ബിഗ് ബോസ് ആര്യനെ ആദ്യത്തെ സീക്രട്ട് ടാസ്കിലെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് ആര്യനെ ഫോണിൽ വിളിക്കുന്നു. അപ്പോൾ ആര്യൻ നൈസായിട്ടൊരു കുട എടുത്തുകൊണ്ട് പോയിട്ട് ആ പ്രധാന വാതിലിൻ്റെ മുൻപിലായിട്ട് നിന്ന് ഒരു തുണി വിരിച്ച് ഉണക്കാനിടുന്നത് പോലെ അഭിനയിച്ച് അവിടെ പോയി നിന്ന് ബിഗ് ബോസിനെ ഫോൺ വിളിച്ചു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ആക്ടിവേറ്റ് ഏരിയയിൽ ഒരു ഭക്ഷണ വസ്തു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പോയി എടുക്കുക, കഴിക്കുക. പക്ഷേ ആ പോകുന്ന വഴിയോ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ അകത്ത് നിന്നോ ഡ്രസ്സിംഗ് റൂമിലോ നിന്ന് കഴിക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു. പൊതുവായ സ്ഥലത്ത് നിന്ന്, അതായത് എല്ലാവരും കാണാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് കഴിക്കാൻ പാടുള്ളൂ എന്ന് ബിഗ് ബോസ് പ്രത്യേകം എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ യാതൊരു വിധ ബന്ധവുമില്ല എന്ന് ബിഗ് ബോസ് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആര്യൻ നേരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെല്ലുന്നു. അവിടുന്ന് ഒരു ബർഗർ ആയിരുന്നു വെച്ചിരുന്നത്, അത് എടുക്കുന്നു. ആര്യൻ അത് വളരെ കൃത്യമായിട്ട് തന്നെ എടുത്തുകൊണ്ട് എല്ലാവരുടെയും മുൻപിലൂടെ നേരെ പോയി അടുക്കളയിൽ ചെന്ന് കയറുന്നു. അപ്പോൾ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന രീതിയിലൊന്ന് കാണിച്ചിട്ട് അവരെല്ലാവരും നോക്കി നിൽക്കെ തന്നെ അത് കഴിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അടുക്കളയിലൊന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും സംശയിക്കില്ലോ. നല്ല ബുദ്ധിപൂർവ്വം തന്നെയാണ് ആര്യൻ അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തത്. അങ്ങനെ നേരെ ബെഡ്റൂമിലേക്ക് പോകുന്നു. അങ്ങനെ ബെഡ്റൂമിലെ ബെഡ് സ്പേസിൻ്റെ അകത്ത് എന്തൊക്കെയോ തുണിയൊക്കെ എടുക്കുന്നത് പോലെയൊക്കെ കാണിച്ച് അവിടെ ഇരുന്നത് മൊത്തം കഴിച്ചു. മാത്രമല്ല നിലത്ത് വീണ പൊടി സഹിതം എടുത്ത് അവസാനം തൂത്ത് കളയുന്നുണ്ട്. അതുമല്ല, ആ ബെഡ് സ്പേസിലിരുന്ന ആര്യൻ്റെ ഓറഞ്ച് എല്ലാവർക്കുമായിട്ട് എടുത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതായത് ആര്യൻ ഇനി എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണെന്ന് ആരെങ്കിലുമൊക്കെ കണ്ടാലോ അപ്പോൾ ഓറഞ്ചാണ് കഴിച്ചതെന്ന് എല്ലാവരെയും ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓറഞ്ചും എല്ലാവർക്കും തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആര്യനെ ഏൽപ്പിച്ച ആദ്യത്തെ ദൗത്യം വിജയകരമായിട്ട് തന്നെ ആര്യൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ദൗത്യം എന്താണെന്ന് ലൈവിൽ നടക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അത് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.